ഉറങ്ങിക്കിടന്ന മകനെ അച്ഛൻ വെട്ടുകത്തി കൊണ്ട് വെട്ടിക്കൊല്ലാൻ ശ്രമം. പ്രതിയായ അച്ഛൻ അറസ്റ്റിൽ. കൊല്ലം പരവൂർ കുറുമണ്ടൽ പടിഞ്ഞാറ്റേക്കര വീട്ടിൽ 50 വയസ്സുള്ള രാജേഷിനെയാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മകൻ 18 വയസ്സുള്ള അഭിലാഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പ്രതിയായ രാജേഷ് സ്ഥിരം മദ്യപിച്ചെത്തി വീട്ടിൽ കലഹമുണ്ടാക്കാറുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു. ഇന്നലെ ഒരു 2 മണി പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ രേണു ചേച്ചി വെട്ടുകൊണ്ട് അഭിലാഷിന്റെ അമ്മ വീട്ടിൽ വന്ന് തട്ടി വിളിക്കുന്നത്. ആ തട്ട് കേട്ട് കഥ തുറക്കുമ്പോൾ കാണുന്നത് ഈ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോനെ വെട്ടിയിട്ടേക്കുന്നതാ മോനെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ ഓടി ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ അഭിലാഷ് രക്തത്തിൽ കുളിച്ച് കട്ടിൽ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനെയും കൂടെ വിളിച്ച് നമ്മൾ 4-5 പേര് ചേർന്ന് അഭിലാഷിനെ കാറി കയറ്റി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പം അഭിലാഷിന്റെ ദേഹത്ത് 6 വെട്ടുകളായിരുന്നു. 6 വെട്ട്, കഴുത്തിൽ ഒരു വെട്ട്, മുതുകത്ത്, വയറിൽ, മുഖത്ത്, കയ്യിൽ, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് 6 വെട്ടായിരുന്നു. അതിൽ കഴുത്തിലെ വെട്ട് നല്ല ആഴത്തിലുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ അവിടെ കയറ്റി അവിടെ കയറുമ്പോൾ അഭിലാഷിന് ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പ്രഥമ ശുശ്രൂഷ നൽകി അവിടെ നിന്ന് നേരെ വെന്റിലേറ്റർ ആംബുലൻസിന്റെ സഹായത്തോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. അഭിലാഷ് ഇപ്പോഴും വെന്റിലേറ്റർ തന്നെ തുടരുകയാണ്. മുറിവ് ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. പിന്നെ ഈ പിതാവ് രാജേഷിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, രാജേഷ് ഇവിടെ സ്ഥിരമായിട്ട് മദ്യപിച്ച് വന്ന് കാശ് ചോദിക്കുകയും അതിനെ ചൊല്ലി തർക്കം ഉണ്ടാവുകയും ഈ അഭിലാഷിന്റെ അമ്മയെ മർദ്ദിക്കുന്നത് പതിവാണ്. അത് അഭിലാഷെല്ലാം കുഞ്ഞായിരുന്ന സമയം തൊട്ടേ ഉള്ള ഒരു മർദ്ദന മുറയാണ്. അഭിലാഷ് വളർന്നപ്പോഴത്തേക്ക് അഭിലാഷ് സ്വാഭാവികമായിട്ട് അമ്മയെ തല്ലുന്നത് കാണുമ്പോൾ അഭിലാഷ് ഇടയ്ക്ക് പോയി തടസ്സം പിടിക്കാറൊക്കെ ഉണ്ട്. അതിന്റെ വൈരാഗ്യത്തിനായിരിക്കണം ഇപ്പോൾ ഇത് ചെയ്തതെന്നാണ് നമ്മുടെ ഒരു അനുമാനം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ഈ വീട് മെയിൻ്റെനൻസിന് വേണ്ടി ഒരു 35,000 രൂപ മുനിസിപ്പാലിറ്റി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ മിനിഞ്ഞാന്ന് ആ ചേച്ചി എടുത്ത് ഇവിടെ കൊണ്ട് വെക്കുകയും പണി തുടങ്ങാനായിട്ടുള്ള മണലും സിമെന്റും എല്ലാം ഇവിടെ ഇറക്കി വെക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഇന്നലെ ഈ രാജേഷ് എന്ന് പറയുന്ന ആള് മദ്യപിച്ചിട്ട് രാത്രി വീട്ടിൽ വന്ന് പൈസ ചോദിക്കുകയും, ഈ മെയിൻ്റനൻസിന് കിട്ടിയ പൈസയെന്ന് 5,000 രൂപ വേണമെന്ന് പറഞ്ഞ് ചോദിക്കുക, 5,000 രൂപ 2,000 രൂപ ചോദിക്കുകയും അതിന്റെ പേര് ചെറിയ ഒന്നും തള്ളും വാക്ക് തർക്കമൊക്കെ അവർ തമ്മിലുണ്ടാവുകയും അതിൻ്റെ ഇടയ്ക്ക് അഭിലാഷ് പോയി തടസ്സം പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യത്തിനായിരിക്കും രാത്രി 2 മണി സമയത്ത് അഭിലാഷും കുടുംബവും അമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നു. അവരിൽ 3 പേര് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഉറക്കത്തിൽ കിടന്ന അഭിലാഷിനെ ഈ ഇത്ര മൃഗീയമായി ഇയാൾ വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ വീട് അറ്റകുറ്റപ്പണിക്കായി പരവൂർ നഗരസഭയിൽ നിന്ന് 35,000 രൂപ പ്രതിയുടെ ഭാര്യയ്ക്ക് ലഭിച്ചിരുന്നു. ഈ പണം ഉപയോഗിച്ച് വീട് വൃത്തിയാക്കുന്നതിന് മണൽ, സിമന്റ് എന്നിവ വാങ്ങിയ ശേഷമുള്ള ബാക്കി തുകയിൽ നിന്ന് പണം രാജേഷ് ഭാര്യയോട് ആവശ്യപ്പെട്ട് ശല്യപ്പെടുത്തിയിരുന്നു. ശല്യം സഹിക്കാതെ വന്നപ്പോൾ പണം മകൻ അഭിലാഷിനെ ഏൽപ്പിച്ച് വൈകുന്നേരം മദ്യപിച്ചെത്തിയ പ്രതി രാജേഷ് മകൻ അഭിലാഷിനോട് പണം തരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അഭിലാഷ് പണം കൊടുക്കാൻ വിസ്മതിച്ചു. അവിടെ നിന്ന് ഇറങ്ങിപ്പോയ പ്രതി രാജേഷ് രാത്രി 2 മണിയോടെ മടങ്ങിയെത്തി വാതിൽ തുറന്ന് അകത്ത് ഹാളിൽ കട്ടിലിൽ ഉറങ്ങിക്കിടന്ന മകൻ രാജേഷിനെ വെട്ടുകത്തിക്കൊണ്ട് തുരുതിരെ വെട്ടുകയായിരുന്നു. മകന്റെ നിലവിളി കേട്ട് എഴുന്നേറ്റ അമ്മ അയൽവാസികളെ വിവരം അറിയിച്ചു. നാട്ടുകാരെത്തി പരിക്കേറ്റ് കിടന്ന അഭിലാഷിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കഴുത്തിലും കയ്യിലും മുഖത്തും ആഴത്തിൽ മുറിവുള്ളതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. രാജേഷിനെ പുലർച്ചെ വീടിന് സമീപത്തുള്ള നിർമ്മാണം നടക്കുന്ന റിസോർട്ട് കെട്ടിടത്തിനുള്ളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അഭിലാഷ് ആർമി ട്രെയിനിങ് കോഴ്സിന് പോകുന്നതോടൊപ്പം ചെറിയ ജോലികൾ ചെയ്ത് അമ്മയ്ക്ക് തുണയായിരുന്നു. 19-ാം തീയതി ആർമി റിക്രൂട്ട്മെന്റിന് പോകാൻ അഭിലാഷ് തയ്യാറെടുക്കുകയായിരുന്നു. മുമ്പും ഭാര്യ എവിടെയെന്നെങ്കിലും മക്കൾക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി കടം വാങ്ങി വീട്ടിൽ വെച്ചാൽ അത് മോഷ്ടിച്ചുകൊണ്ടുപോയി കള്ളു കുടിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു പ്രതി രാജേഷ്. പരവൂർ പോലീസ് സ്റ്റേഷൻ SHO ദീപുവിൻ്റെ നേതൃത്വത്തിൽ ക്രൈം SI വിജയകുമാർ, ഗ്രേഡ് SI പ്രദീപ്, SCPO ശ്രീലേഷ് ബാബു, CPO വിഷ്ണു എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.